ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലെച്ചസ് വേൾഡ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നതാ അതിപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസമാണേ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കണിയൊരുക്കാനായിട്ട് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ പുതിയ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ വിഷു ആണല്ലോ. അപ്പോൾ മക്കളും ഏട്ടനൊക്കെ കിടന്നിട്ടുണ്ട്. നമുക്ക് കണിയൊരുക്കാം. അങ്ങനെ ഇതാ നമ്മൾ ഉരുളിയിൽ അരിയൊക്കെ നിറച്ചു, തേങ്ങ പൊട്ടിച്ച് അതിനകത്ത് അരിയച്ച് തിരിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നമ്മൾ ഫ്രൂട്ട്സൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണി വയ്ക്കാനായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. എനിക്ക് കണി വയ്ക്കുന്നതിൻ്റെ എന്തെങ്കിലും ഓർഡറുകളുണ്ടോ, ഇന്ന സാധനം ആദ്യം വെക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സാധനം ഫസ്റ്റ് വെക്കണം അങ്ങനെയൊന്നും വെച്ച് നോക്കിയിട്ടല്ല ചെയ്യണത്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കൂടെ അറേഞ്ച് ചെയ്തൊന്ന് വെക്കുന്ന മാത്രമേ ഉള്ളൂ. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാത്ത ആൾക്കാർക്കൊന്ന് കമൻറ്റിലൂടെ പറഞ്ഞു തരണേ. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൂട്ട്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തലേ ദിവസം നമ്മളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വിഷുവിൻ്റെ തലേ ദിവസം അപ്പം ഉണ്ടാക്കും. അപ്പോൾ അതും കൂടെ ഈ കണിയുടെ കൂടെ വെക്കാറുണ്ട് കേട്ടോ. സമയം ഒരുപാടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണിയൊക്കെ ഒരുക്കി ഇനി നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് എല്ലാവരും കണി കാണാനായിട്ട് വിളിക്കണം. അപ്പോൾ ഇനി കണി കാണാനായിട്ട് നമുക്ക് കാണാം. ഞാനിതാ പുലർച്ചെ എഴുന്നേറ്റു, കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വിളക്ക് വയ്ക്കുകയാണ്. കണി കാണാനായിട്ട് എല്ലാവരും ഇനി വിളിക്കണം. എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാവരെയും വിളിക്കാം. അങ്ങനെ ഇതാ കണി കാണാനൊക്കെ കഴിഞ്ഞ് ലച്ചു സഞ്ജു ഒക്കെ പടക്കവും കുതിരയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആനിക്കുട്ടിക്ക് ചെറിയൊരു ഉറക്കച്ചടവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആൾ ഇറങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ ഇതാ ഉറക്കച്ചടമൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ആനിക്കുട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ രാവിലെ നമ്മൾ രാമപുരത്ത് അമ്പലത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വിഷുവായിട്ട് ഞാനും അമ്മയും മക്കളും കൂടെയാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ തൊഴുത് കഴിഞ്ഞിട്ട് നേരെ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഇന്ന് വിഷു. അപ്പോൾ അവിടെയായിരുന്നു വിഷു കഴിഞ്ഞിട്ട് രാത്രിയായിരുന്നു നമ്മളുടെ പുതിയ വീട്ടിലെല്ലാവരും കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ രാത്രിയിലെ
പൊട്ടിക്കലും പുത്തിരി കത്തിക്കലും ഒക്കെ വിശേഷങ്ങളാണ് ഇനിയുള്ളത്. എല്ലാ പ്രാവശ്യവും വിഷു ഉച്ചയ്ക്ക് നമ്മൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാറാണുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് പോയില്ല. ഇപ്രാവശ്യം അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാവരും ഇവിടേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വിഷു ആഘോഷിച്ചു. ഭയങ്കര സന്തോഷം, വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.